30-40% അലർജിക് റൈനൈറ്റിസ് ഉള്ളവർ ഒരു 2 decades കഴിയുമ്പോൾ ആസ്മയിലേക്ക് പോകും. ഇപ്പൊ തുമ്മി നടക്കുന്ന ആൾക്കാർ 20s-ലും 30s-ലുള്ള തുമ്മി നടക്കുന്ന ആൾക്കാരാണ് 40-കളിലും 50-കളിലും പൾമണോളജിസ്റ്റിനും അലർജിസ്റ്റിനും ഒക്കെ ഉള്ള ആസ്മ പേഷ്യൻസ്. അതായത് നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി ചെയ്ത അലർജി കൺട്രോൾ ആവുന്ന മാത്രമല്ല ഡിസീസ് പ്രോഗ്രഷൻ അവിടെ നിൽക്കും. തുമ്മലിൽ നിന്ന് ആസ്മയിലേക്ക് പോകുന്നത് നമുക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റും. അലർജീസ് മെജോറിറ്റി കേസിൽ പ്രോഗ്രസീവ് ഡിസീസാണ്. ഇന്നത്തെക്കാട് 1% കൂടുതലായിരിക്കുള്ളൂ നാളെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ല. അതായത് സിംറ്റംസ് അടക്കി വെച്ച് കഴിഞ്ഞാൽ പോലും അത് പിന്നീട് പുറത്തേക്ക് വരും. അപ്പോൾ ഡെഫിനറ്റ്ലി അവർ അലർജി ചെറിയ ജലദോഷമുള്ളൂ അല്ലെങ്കിൽ തുമ്മലുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. ഏർലിയർ ഒരു അലർജിസ്റ്റിനെ കാണിക്കുക, കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക, കറക്റ്റായിട്ടുള്ള ഇമ്മ്യൂണോതെറാപ്പീനെ പേടിക്കാതിരിക്കുക. അപ്പോൾ നേസൽ സ്പ്രേസോ ഇൻഹേലേഴ്സോ ഒക്കെ തരുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ചിലർക്കൊക്കെ എന്താ വെച്ചാൽ നമ്മൾ സ്പ്രേ കൊടുക്കുമ്പോൾ തന്നെ നല്ല റിലീഫ് വരും, സിംറ്റംസ് റിലീഫ് വരും. പക്ഷെ അലർജി മാറുന്നില്ല, അവരറിയുന്നില്ലല്ലോ, അവർ കംഫർട്ടബിൾ ആവുകയാണ്. ചിലരൊക്കെ എന്താ വെച്ചാൽ ഒരു ട്രീറ്റ്മെൻറ്റും കിട്ടാത്തവരായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. ഞങ്ങൾ സ്പ്രേയും ഇൻഹേലേഴ്സും ഒക്കെ കൊടുക്കുമ്പോൾ ഒരു 2 months ഭയങ്കര ബെറ്റർ ആവും. അപ്പോൾ അവർക്ക് എന്തിനാ ഇമ്മ്യൂണോതെറാപ്പി ചെയ്യണേന്ന് അതൊരു മിസ്കൺസെപ്ഷനാണ്. കാരണം സിംറ്റംസ് മാത്രം അവിടെ കുറയണുള്ളൂ, അസുഖം മാറുന്നില്ല. സ്പ്രേ നിർത്തി അല്ലെങ്കിൽ ഇൻഹേലർ നിർത്തി 2 to 3 months കഴിയുമ്പോൾ അവന് ചിലപ്പോൾ അവന് സിംറ്റംസും വരും, ആ ഡിസീസ് അങ്ങ് പ്രോഗ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. അപ്പോൾ എപ്പോഴും ചിലർ പറയും ഇമ്മ്യൂണോതെറാപ്പി അഡ്വൈസ് ചെയ്യുമ്പോൾ പറയും ഞാൻ 2 മാസം ഒന്ന് ആലോചിച്ചിട്ട് വരാം. ഞാൻ പറയും ഇന്ന് ട്രീറ്റ് ചെയ്യണേക്കാളും പാടാ നാളെ ട്രീറ്റ് ചെയ്യാം. ഡെഫിനറ്റ്ലി ഏർലിയർ ദ ബെറ്റർ.